നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മൻഹാൻ ലൈഫ് എന്ന് പറഞ്ഞ ചാനലിലെ ഏറ്റവും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. UDID കാർഡ് എങ്ങനെയെല്ലാം നമുക്ക് യൂസ്ഫുൾ ആക്കി എടുക്കാം, അതായത് UDID കാർഡ് എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം, അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്. അപ്പോൾ ഞാനിത് എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ട്രൈ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് കുറേ റോങ് ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഫേസ് ചെയ്ത കാര്യങ്ങൾ റൈറ്റ് ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ ഞാൻ ഈ UDID കാർഡിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തതെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ. നമുക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. നമ്മൾ വീട്ടിൽ ഇരുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യും. അതിന് ലാസ്റ്റ് ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇപ്പോൾ ഞാൻ ഡയറക്റ്റ്ലി ഓഫ്ലൈനായിട്ട് ഏത് രീതിയിൽ ചെയ്തു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് എൻ്റെ അടുത്തുള്ള അക്ഷയയിൽ, അതായത് നിങ്ങളുടെ അടുത്തുള്ള ഏത് അക്ഷയാണോ അല്ലെങ്കിൽ CSC സെൻ്റർ ആണോ അവിടെ ചെല്ലുക. അവിടെ ചെന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുക. അതായത് ഇന്ന UDID കാർഡിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അപേക്ഷ ചെയ്യുന്നത് ഉള്ളത് അത് പറയും. ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ വിലാസം തെളിയിക്കുന്ന, അതായത് റേഷൻ കാർഡോ അല്ലെങ്കിൽ അതേപോലെ നമ്മുടെ ഈ ആധാർ കാർഡ്, അതേപോലെ നമ്മുടെ തിരിച്ചറിയൽ രേഖകൾ എന്തൊക്കെയുണ്ടോ, ബർത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരും, അതേപോലെ നമ്മുടെ ഈ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരും. അതൊക്കെ എന്താണെന്നുള്ളത് ഒരു ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ അക്ഷയയിൽ കൊടുത്തത് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക, അടുത്തത് ഈ ബോർഡ് മീറ്റിംഗ് കൂടുന്ന സ്ഥലങ്ങളുണ്ട്. അതായത് നമ്മൾ ഞാനിപ്പോൾ താമസിക്കുന്ന ട്രിവാൻഡ്രത്താണ്. അപ്പോൾ എനിക്കറിയുന്ന 2 സ്ഥലങ്ങൾ, ഒന്ന് ചെറിയൻകീഴ് താലൂക്ക് ഹോസ്പിറ്റലുണ്ട്, അതേപോലെ നമ്മുടെ ജനറൽ ഹോസ്പിറ്റൽ ട്രിവാൻഡ്രം. ഞാൻ പോയത് ജനറൽ ഹോസ്പിറ്റലാണ്. അതായത് വെള്ളിയാഴ്ച ദിവസമാണ് ഈ ബോർഡ് മീറ്റിംഗ് കൂടുന്നത്. അതായത് ഹോസ്പിറ്റലിലെ ഹെഡ് എല്ലാ ഡോക്ടേഴ്സും ആ ബോർഡ് മീറ്റിംഗിൽ ഉണ്ടായിരിക്കും. നമുക്ക് അന്നേ ദിവസം രാവിലെ ഒരു 7 മണി അല്ലെങ്കിൽ ഒരു 6-7 മണിക്ക് അവിടെ ചെന്നാൽ മാത്രം ആകെ 70 ടോക്കൺസ് മാത്രമേ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ 70 ടോക്കൺസിനാണ് വെള്ളിയാഴ്ച ചെന്നിട്ട് ആ 70 ടോക്കൺസിനകത്ത് മേടിച്ചാൽ മാത്രമേ അന്നത്തെ ദിവസം നമുക്ക് ഈ ബോഡി മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അപ്പം മാക്സിമം രാവിലെ പോകാൻ നോക്കാം. ഒരുപാട് പേര് ക്യൂവിൽ നിൽക്കുന്നുണ്ടായിരിക്കും. ഒരുപാട് ഇതേപോലെ ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഒരുപാട് ക്യൂവിൽ കാണും. അപ്പം നമ്മൾ ചെയ്യാനുള്ളത് മാക്സിമം രാവിലെ പോവാം. അപ്പം മെയിനായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്ക്, ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ പോയെന്ന് പറഞ്ഞു. അപ്പം അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ട്രീറ്റ്മെന്റ് സർട്ടിഫിക്കറ്റുകളും, അതായത് ഇപ്പം എനിക്ക് ആക്സിഡന്റ് മൂലമാണ് എൻ്റെ ഒരു കൈ നഷ്ടപ്പെട്ടത്. മാസം തൊട്ട് 1.5 വർഷം വരെ അവർ ഒരു ടൈം ഗ്യാപ്പ് ഇടും. അതായത് ഒരു ടെമ്പററി സർട്ടിഫിക്കറ്റ് അവർ തരും. യുണീക്ക് ഡിസബിലിറ്റി കാർഡ് ടെമ്പററി ആയിട്ടും തരാൻ പറ്റും. 2 രീതിയിൽ തരാൻ പറ്റും. പെർമനന്റ് ആയിട്ടും തരാൻ പറ്റും, ടെമ്പററി ആയിട്ടും തരാൻ പറ്റും. അപ്പം ഒട്ടും ശരിയാവില്ല എന്നുള്ളൊരു കണ്ടീഷൻ അവർ ബോധ്യപ്പെട്ടാൽ മാത്രമേ, ഈ ബോർഡ് കൂടുന്ന ബോർഡ് മെമ്പേഴ്സിന് ബോധ്യപ്പെട്ടാൽ മാത്രമേ അപ്രൂവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ പോയപ്പോഴത്തേക്ക് എൻ്റെ ആക്സിഡന്റ് പറ്റി അന്നുതൊട്ടുള്ള എല്ലാ മെഡിക്കൽ റെക്കോർഡ്സും, അതായത് ഞാനൊരു ആക്സിഡന്റ് ആയിട്ട് കിടന്നപ്പോഴത്തേക്കുള്ള ട്രീറ്റ്മെന്റ് റെക്കോർഡ്സ്, എൻ്റെ MRI സ്കാൻ, അതേപോലെ ബാക്കിയുള്ള അനുബന്ധ പിന്നെ ഈ നെർവ് സിസ്റ്റം, നെർവ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അപ്പം അതെല്ലാം ടെസ്റ്റ് ചെയ്തതിൻ്റെ എല്ലാ രേഖകളും കൊണ്ട്, എൻ്റെ ഡിസ്ചാർജ് സമ്മറിയും എല്ലാ രേഖകളും കൊണ്ടും ഞാൻ അവിടെ പോയി. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഈ ബോർഡിലുള്ള ഡോക്ടേഴ്സ് അത് വെരിഫൈ ചെയ്തിട്ട് അവർ പറഞ്ഞു ടെമ്പററി തരാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ഡിസിഷൻ പറഞ്ഞായിരുന്നു. മെഡിക്കൽ കോളേജിൽ തിരിച്ചു പോയിട്ട് ഞാൻ എൻ്റെ കൺസേൺ ഡോക്ടറെ ഞാൻ കണ്ടിട്ട് ഞാൻ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു അതിനൊരു ചാൻസ് ഉള്ളൂ എന്നുള്ളത് മെഡിക്കൽ റിപ്പോർട്ടായിട്ട് അത് എനിക്ക് എഴുതി തന്നു. ഞാനത് പിന്നെയും കൊണ്ട് നെക്സ്റ്റ് കമ്മിങ് കാണാൻ പറ്റുന്നൊരു ഡേ ഞാൻ ഈ മെഡിക്കൽ ബോർഡിൽ ഇരിക്കുന്ന ഓഫീസറുമായിട്ട് ഞാൻ അല്ലെങ്കിൽ ആ ഡോക്ടറുമായിട്ട് നേരിട്ട് പോയി കണ്ടു. ഞാനത് സബ്മിറ്റ് ചെയ്തു. അപ്പം പുള്ളിയുടെ നല്ല ജനറൽ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നൊരു നല്ലൊരു ഡോക്ടറാണ് കേട്ടോ. ആ ഡോക്ടർ വളരെ വിശദമായിട്ട് അത് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു നമുക്കത് ചെയ്യാൻ പറ്റുന്ന എന്താണെങ്കിലും നമ്മൾ ചെയ്തു തരാം എന്നുള്ളതാണ്. ഭയങ്കര ഒരു കെയറിങ് ഉള്ളൊരു നല്ലൊരു മേഡമാണ്. അപ്പം നമ്മൾ പറഞ്ഞത് നമ്മുടെ ഈ ഡോക്ടർ ഇതെല്ലാം വെരിഫൈ ചെയ്തിട്ട് നമ്മുടെ ഈ പ്രശ്നങ്ങളെല്ലാം കണ്ടിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ റിപ്പോർട്ട്സ് എല്ലാം കണ്ടിട്ട് ഈ ഡോക്ടർ സൈൻ ചെയ്ത് സൂപ്രണ്ടിലേക്ക് വിടും. ഇത് അവിടുത്തെ ജനറൽ ഹോസ്പിറ്റലിൽ സൂപ്രണ്ടിലേക്ക് വിട്ടിട്ട് സൂപ്രണ്ട് ഇത് ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് ഇത് ഡൽഹി അതോറിറ്റിയിലേക്ക് ഇത് ഫോർവേഡ് ചെയ്യുന്നത്. ഇത് ഫോർവേഡ് ചെയ്യുന്ന അവിടുന്ന് ഇതെല്ലാം ഡോക്യുമെന്റ്സ് എല്ലാം ക്ലിയർ ആണ്. ക്രോസ് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമാണ് നമുക്ക് ഈ UDID കാർഡ് അപ്രൂവ് ചെയ്ത് വരുന്നത്. എനിക്ക് കിട്ടിയിരുന്നത് പെർമനന്റ് കാർഡാണ്. അപ്പം 5 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇത് നമ്മൾ റിന്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്.
കാരണം 5 വർഷത്തിന് ശേഷം എന്തെങ്കിലും ഒരു മാറ്റോ കാര്യങ്ങളോ സംഭവിക്കും എനിക്ക് ഫർദർ എന്താണെന്ന് അറിയില്ല. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എൻ്റെ UDID കാർഡിന് വേണ്ടിയിട്ട് ഞാൻ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. അപ്പം ഇവിടെ നിന്ന് എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് നേരിടേണ്ടി വന്നത്. അതായത് എനിക്ക് UDID കാർഡ് ഇഷ്യൂ ആയിട്ട് വരാനായിട്ട്. അപ്പോൾ ഈ കാർഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ കാർഡ് എപ്പോൾ നമുക്ക് പോസ്റ്റലായിട്ട് കിട്ടും, ഇതിൻ്റെ എല്ലാ വീഡിയോസ് ഞാൻ ബാക്ക് ടു ബാക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം. ബൈ.